നമസ്തേ. FCRA ഭേദഗതി വന്നപ്പോൾ മാത്രം ചില സെലിബ്രിറ്റികൾക്ക് ജനങ്ങളുടെ ഭാവി ഓർമ്മ വന്നത് എന്തുകൊണ്ട്? നീറ്റ് വിവാദത്തിലെ അവരുടെ ഇടപെടലിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഉയർത്തുന്നത്. FCRA ഭേദഗതിയെ ചൊല്ലി കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ ശക്തമാകുന്നതിനിടെയാണ് നടൻ സന്തോഷ് പണ്ഡിറ്റിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധ നേടുന്നത്. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിലും വിനിയോഗിക്കുന്നതിലും കൂടുതൽ നിയന്ത്രണങ്ങളും സുതാര്യതയും കൊണ്ടുവരാനുള്ള നീക്കത്തെ ചിലർ എതിർക്കുന്നതെന്തിനാണെന്നാണ് പണ്ഡിറ്റ് ചോദിക്കുന്നത്. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിച്ച ചില സിനിമാ താരങ്ങളെ ചൂണ്ടിക്കാട്ടിയും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നു. കേരളത്തിലെ PSC, മുല്ലപ്പെരിയാർ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതികരണം നടത്താത്ത ചില സെലിബ്രിറ്റികൾ FCRA ഭേദഗതിയുടെ സമയത്ത് ദില്ലിയിലെ സമരങ്ങളെയും നീറ്റ് വിഷയത്തെയും പിന്തുണച്ച് രംഗത്തെത്തിയതിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടോ എന്ന സംശയം കുറിപ്പിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും ആ വൈറലായ ഫേസ്ബുക്ക് കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. പണ്ഡിറ്റിന്റെ രാഷ്ട്രീയ നിരീക്ഷണം. FCRA ഭേദഗതിയിൽ വിഷമിച്ചു കേരളത്തിലെ ചില പ്രമുഖ നടന്മാർ രോക്ഷാകുലരായി നീറ്റ് എക്സാം വിവാദത്തിൽ കേന്ദ്ര സർക്കാരിന് എതിരെ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? പാവപ്പെട്ടവരെ സഹായിക്കുവാൻ അല്ലെങ്കിൽ വനവാസികളായ പാവങ്ങളെ മുന്നിൽ നിർത്തി സഹതാപം പിടിച്ചുപറ്റി വിദേശ ഫണ്ട് ഒപ്പിച്ച് ആ ഫണ്ടിന് സിനിമകൾ നിർമ്മിച്ചിരുന്നു അത്രേ. ഈ FCRA ഭേദഗതി പ്രഖ്യാപിച്ചതോടെ പ്രമുഖ നടന്മാരുടെ പല സിനിമകളും നിന്നുപോയി. ഇതിന്റെ ദേഷ്യം അതുപോലെ പറയുവാൻ പറ്റാത്തതുകൊണ്ട് പലരും അയ്യോ കുട്ടികളുടെ ഭാവി എന്ന് പറഞ്ഞ് കരഞ്ഞ് നീറ്റ് വിവാദത്തിൽ സപ്പോർട്ട് ചെയ്ത് പ്രസ്താവന ഇറക്കിയതാണ്. കേരളത്തിലെ PSC, മുല്ലപ്പെരിയാർ വിഷയമൊന്നും കേട്ടിട്ട് പോലുമില്ലാത്ത സെലിബ്രിറ്റികൾ FCRA ബില്ല് കൊണ്ടുവരുന്ന സമയത്ത് മാത്രം ഡൽഹി സമരത്തിന് പ്രതികരിച്ചതിന്റെ ലോജിക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവന്ന FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഭേദഗതിയുടെ രണ്ട് വശങ്ങൾ ചർച്ച ചെയ്യുന്നു. നിലവിൽ കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ, ചില സംഘടനകൾ ഈ ബില്ല് ഭേദഗതി ചെയ്തത് വൻ വിവാദമാക്കിയല്ലോ. കേരളം ഒഴിച്ച് ഇന്ത്യയിൽ എവിടെയും ആരും ഈ ബില്ലിനെ എതിർത്തിട്ടില്ല. FCRA എന്നത് ഇന്ത്യയിലെ സംഘടനകൾക്കും NGOകൾക്കും വിദേശത്തു നിന്ന് പണം ഡൊണേഷൻ സ്വീകരിക്കാനുള്ള നിയമമാണ്. ഇത് ഇന്ത്യയിലെ എല്ലാ മതവിഭാഗത്തിനും ഒരുപോലെ ബാധകമാണ്. എന്നാൽ ഇന്ത്യയുടെ പുരോഗതിക്കെന്നോ വിദ്യാഭ്യാസ ആവശ്യത്തിനെന്നോ ആരോഗ്യ സംരക്ഷണമെന്നോ പേരിലോ സംഘടന ഉണ്ടാക്കി വിദേശത്തിൽ നിന്ന് FCRAയുടെ മറവിൽ പണം കൈപ്പറ്റി ചിലർ തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നു. അതുപോലെ ചാരിറ്റിക്ക് എന്ന പേരിൽ വിദേശ ഫണ്ട് ഒപ്പിച്ച് പലരും തീവ്രവാദികൾക്കും ഇന്ത്യ വിരുദ്ധ വാർത്തകളും പാകിസ്ഥാനെ പൊക്കിയടിക്കുന്ന വാർത്തകളും ഉണ്ടാക്കുവാൻ ചില തട്ടിക്കൂട്ട് ചാനലുകാർക്കും പണം വിതരണം ചെയ്യുന്നു. കൂടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളും ഈ ഫണ്ട് മിസ്യൂസ് ചെയ്യുന്നു. പക്ഷേ ഇനി മുതൽ ഇത്തരം തട്ടിപ്പ് നടക്കില്ല. ഒരു സംഘടനാ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്ന പേരിൽ വിദേശ നിക്ഷേപം കൊണ്ടുവന്നാൽ അതിനു തന്നെയാണോ ആ ഫണ്ട് ഉപയോഗിച്ചത് എന്ന് ഇനി മുതൽ കണക്ക് കാണിക്കണം. അല്ലാതെ ആ ഫണ്ട് തീവ്രവാദികൾക്കും മതം മാറ്റുവാൻ കൈക്കൂലിയായി കൊടുത്താൽ ഇനി മുതൽ പെടും. അതാണ് ഈ ഭേദഗതി. ഇനിയും FCRA ഫണ്ട് വാങ്ങി അത് സിനിമ നിർമ്മാണം, തീവ്രവാദം, മതം മാറ്റം എക്സെട്ര മറ്റൊരു ലക്ഷ്യത്തിനായി വകമാറ്റിയാൽ കണക്കു കാണിച്ചില്ലെങ്കിൽ ആ പണം സർക്കാർ കൊണ്ടുപോകും. കാരണം FCRAയുടെ പേരിൽ ഇൻകം ടാക്സ് ഇല്ലാതെ ആണ് പണം കടത്തുന്നത്. ഇത്തരം തട്ടിപ്പ് ഇനിയും അനുവദിക്കാൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ ചിന്തിക്കുന്നു. വിദേശ ഫണ്ടിന്റെ ദുരുപയോഗം തടയുക, ദേശീയ സുരക്ഷ ഉറപ്പാക്കുക, ട്രാൻസ്പെറൻസി കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ വിദേശ ഫണ്ടിന്റെ സ്വീകരണവും ചിലവഴിക്കലും കൃത്യമായി മോണിറ്റർ ചെയ്യാനായി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളതാണ് FCRA ഭേദഗതി ബിൽ. കേരളത്തിലെ എത്ര പൗരന്മാർക്ക് FCRA അക്കൗണ്ട് ഉണ്ട്? ഇത് വായിക്കുന്ന എത്ര പേർക്ക് FCRA അക്കൗണ്ട് ഉണ്ട്? ഈ ഫണ്ട് മിസ്യൂസ് ചെയ്യുന്ന ചില സാമുദായിക നേതാക്കളെ മാത്രം ബാധിക്കുന്ന കാര്യം ആണിത്. ഈ ആക്ട് ഭേദഗതി എങ്ങനെയാണ് ന്യൂനപക്ഷ വിരുദ്ധമാവുന്നത്? ചുരുക്കി പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ കണ്ണീർ കാണിച്ച് വിദേശത്ത് നിന്ന് ഫണ്ട് സംഘടിപ്പിച്ച് തീവ്രവാദം, മതം മാറ്റത്തിനുള്ള കൈക്കൂലി എന്നീ കലാപരിപാടികൾ ഇനി നടക്കില്ല എന്നർത്ഥം. വാൽകഷ്ണം. നിലവിൽ ഇന്ത്യയിൽ FCRAയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്നത് ഹൈന്ദവ സംഘടനകൾക്കാണ്. അവരാരും ഈ ഭേദഗതി കണ്ടു പേടിച്ചിട്ടില്ല, വിമർശിച്ചിട്ടില്ല, മാത്രവുമല്ല അനുകൂലിക്കുന്നു. അവരെല്ലാം കണക്കു കാണിക്കുവാൻ തയ്യാറാണ്. ഈ നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, പാഴ്സി, ചില രാഷ്ട്രീയ പാർട്ടികൾ എന്നീ നിലകളിൽ പ്രത്യേകം FCRA നിയമം കൊണ്ടുവരാൻ കഴിയില്ല. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. അതേസമയം ഇന്നലെ FCRA ബിൽ 31 അംഗ സംയുക്ത പാർലമെന്റ് സമിതിക്ക് സർക്കാർ വിട്ടിരിക്കുകയാണ്. തീരുമാനത്തിന് പിന്നിലെ 5 കാരണങ്ങൾ വ്യാജ പ്രചാരണങ്ങൾ ഒഴിവാക്കുന്നതിനും നിയമത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം വ്യക്തമാക്കുന്നതിനുമായി തർക്കത്തിലിരിക്കുന്ന FCRA ഭേദഗതി ബിൽ 31 അംഗ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതിന്റെ 5 പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൺസൂൺ സമ്മേളനത്തിന്റെ അവസാന ദിനങ്ങളിൽ ഒന്നായ ബുധനാഴ്ചയാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻഡ്മെന്റ് ബില്ല് അതായത് FCRA 2026 ലോക്സഭ JPCക്ക് വിട്ടത്. 2010 ആക്ടിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായി 2026
മാർച്ച് 25-നാണ് ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. എന്താണ് FCRA ബിൽ വിവാദം? ഇന്ത്യയിലെ സർക്കാർ ഇതര സംഘടനകളും അസോസിയേഷനുകളും കൈപ്പറ്റുന്ന വിദേശ സംഭാവനകളെ നിയന്ത്രിക്കുന്ന നിലവിലെ നിയമങ്ങളിൽ മാറ്റം വരുത്താൻ നിർദ്ദേശിക്കുന്നതാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻഡ്മെന്റ് ബില്ല്. FCRA രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടുകയോ തിരിച്ചുകൊടുക്കുകയോ പുതുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഏതൊരു സംഘടനയുടെയും ആസ്തികളും വിദേശ ഫണ്ടുകളും ഏറ്റെടുക്കാനും കൈകാര്യം ചെയ്യാനും കൈമാറ്റം ചെയ്യാനും സർക്കാർ നിയമിക്കുന്ന ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് ഈ ബില്ല് അധികാരം നൽകുന്നു. ചില പ്രത്യേക ലംഘനങ്ങൾക്കുള്ള പരമാവധി തടവ് ശിക്ഷ 5 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറയ്ക്കുകയും അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ബില്ലിനെതിരെ ശക്തമായ എതിർപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഇത് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടത്. നിയമപരമായ നടപടിക്രമങ്ങളുടെയും നീതിന്യായ മേൽനോട്ടത്തിന്റെയും കുറവ് ബില്ലിലുണ്ടെന്നും ഇത് ജീവകാരുണ്യ വിദ്യാഭ്യാസ ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ ആസ്തികൾ അനാവശ്യമായി കണ്ടുകെട്ടുനിലയ്ക്ക് നയിച്ചേക്കുമെന്നും ചില വിമർശകർ വാദിക്കുന്നുണ്ട്. രാഷ്ട്രീയ യോജിപ്പ്. ഇത്തരം ഒരു പ്രധാനപ്പെട്ട നിയമനിർമ്മാണം വിപുലമായ രാഷ്ട്രീയ ഐക്യത്തോടെ വേണം പാസാക്കാനെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു. പോസിറ്റീവ് പ്രതികരണം. അനൌദ്യോഗിക ചർച്ചകളിൽ ഉടനീളം നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വരാൻ വിവിധ സംഘടനകളും വ്യക്തികളും കാണിച്ച താൽപര്യം സർക്കാരിന് പ്രോത്സാഹനമായി. ബില്ല് JPCക്ക് വിടുന്നത് ഈ നിർദ്ദേശങ്ങൾക്ക് ഔദ്യോഗിക പാർലമെന്ററി പ്ലാറ്റ്ഫോം നൽകും. തെറ്റിദ്ധാരണകൾ തിരുത്താൻ. ബില്ലിനെക്കുറിച്ച് ചില കോണുകളിൽ നിന്ന് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. വിശദമായ പാർലമെന്ററി ചർച്ചകൾ ഇത്തരം ആശങ്കകൾ പരിഹരിക്കാനും വസ്തുതകൾ രേഖപ്പെടുത്താനും സഹായിക്കും. കോൺഗ്രസിന്റെ പങ്കാളിത്തം. JPCയിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സമ്മതിച്ചത് സർക്കാരിന് ആശ്വാസമായി. ഇത് കൂടുതൽ സമഗ്രമായ ചർച്ചകൾക്ക് വഴിതുറക്കും. ലക്ഷ്യം വ്യക്തമാക്കൽ. ഈ നിയമനിർമ്മാണത്തിന് പിന്നിലെ യുക്തി ഔദ്യോഗികമായി വിശദീകരിക്കാൻ വിശാലമായ കൂടിയാലോചനകൾ സർക്കാരിനെ സഹായിക്കും. ഈ ബില്ല് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യമിട്ടിട്ടുള്ളതല്ലെന്നും മറിച്ച് മൊത്തത്തിലുള്ള നിയന്ത്രണ ചട്ടക്കൂട് ശക്തമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമാക്കുകയാണ് ലക്ഷ്യം. എന്തായാലും വിവിധ ഭാഗങ്ങളിൽ നിന്ന് FCRA-ക്കുറിച്ച് ചർച്ചകൾ ഉയരുകയാണ്. സന്തോഷ് പണ്ഡിറ്റിൻ്റെ കുറിപ്പിലെ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളുമാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റോടെയാണ് നമ്മുടെ ഈ വീഡിയോ തുടങ്ങിയത്. അപ്പം FCRA ഭേദഗതിയുടെ യഥാർത്ഥ ലക്ഷ്യം വിദേശ സംഭാവനകളുടെ ദുരുപയോഗം തടയുകയും ഫണ്ടിൻ്റെ വരവും ചെലവും കൂടുതൽ സുതാര്യമാക്കുകയും ചെയ്യുന്നതാണോ അതോ അതിലൂടെ സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് അനാവശ്യ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് പ്രധാനമായിട്ടുള്ള ചർച്ച. വിദേശ ഫണ്ടിന്റെ ദുരുപയോഗം തടയുന്നത് ദേശീയ സുരക്ഷയ്ക്കും സാമ്പത്തിക സുതാര്യതയ്ക്കും അനിവാര്യമാണ്. അതേസമയം നിയമം നടപ്പാക്കുമ്പോൾ മതം, രാഷ്ട്രീയം, സംഘടനയുടെ സ്വഭാവം എന്നിവ നോക്കാതെ എല്ലാവർക്കും ഒരേ മാനദണ്ഡം ബാധകമാകുന്നുണ്ടോ എന്നതും പരിശോധിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ FCRA ഭേദഗതിയെ അനുകൂലിക്കുന്നവരുടെയും എതിർക്കുന്നവരുടെയും വാദങ്ങൾ ഒരുപോലെ പരിശോധിച്ച ശേഷമായിരിക്കണം അന്തിമ വിലയിരുത്തൽ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.